ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇതൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിവേ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് കിടക്കാം. ഞാൻ +2 സ്റ്റാർട്ടിങ് ആയിരുന്നു, കൊറോണ ടൈം. അതുകൊണ്ട് വീട്ടിൽ തന്നെ എപ്പോഴും. എനിക്ക് ടിക്ടോക്ക് ഉണ്ടായിരുന്നേ, പക്ഷേ ഞാൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല. എപ്പോഴും നെറ്റ് തീരും വരെ അതിൽ കുത്തിയിരിക്കലാണ് എൻ്റെ പണി. എൻ്റെ ഒറിജിനൽ ടിക്ടോക്ക് അക്കൗണ്ട് അമ്മയുടെ ഫോണിലാണ്. അമ്മ രാവിലെ ജോലിക്ക് പോകും വരെ അതിൽ നിന്നാണ് വീഡിയോ കാണുക. അങ്ങനെ ഒരു ദിവസം, അന്ന് ജൂൺ 10 ആയിരുന്നു. ടിക്ടോക്ക് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞാനത് കണ്ടത്. കുറച്ച് ഫോളോവേഴ്സിൻ്റെ ഇടയ്ക്ക് അവനും. അലൻസ് എന്നാണ് അവൻ്റെ പേര്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ക്രഷ് തോന്നി. കാരണം അവനെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു, ഒരു നാടൻ ടച്ച്. അവൻ്റെ വീഡിയോ ഒക്കെ ഒറ്റ ഇരിപ്പിൽ കുറേ കണ്ടു, തിരിച്ച് ഫോളോ ചെയ്തു. അങ്ങനെ ഞാൻ ആർക്കും ചാടിക്കറി മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. എന്നാൽ എനിക്ക് അവനോടൊരു ചാറ്റ് ചെയ്യണമെന്ന് തോന്നി. അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് അവൻ നല്ല ജാഡായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പിന്നെ കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് തന്നെ കമ്മിറ്റഡും ആയിരിക്കും. ബട്ട് ഞാൻ വിചാരിച്ച പോലെ അല്ല അവൻ എന്ന് എനിക്ക് ചാറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ജാഡൊന്നും ഇല്ലെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ഉണ്ടായിരുന്നു. നല്ല മെച്യൂർ ആണെന്ന് തോന്നിപ്പിച്ചു അവൻ്റെ ചാറ്റൊക്കെ. ചാറ്റ് ചെയ്ത് സമയം പോയതേ അറിഞ്ഞിട്ടില്ല. അമ്മ ജോലിക്ക് പോകേണ്ട സമയമായപ്പോൾ ഫോൺ കൊടുക്കണമല്ലോ എനിക്ക്. അമ്മയുടെ ഫോണിൽ നിന്നാണല്ലോ ഞാൻ ചാറ്റ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ അവനോട് ചാറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാനും തോന്നി. എന്തോ അപ്പം തന്നെ ഞാൻ നമ്പർ കൊടുത്തു. അവൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. പിന്നെ നിർത്താതെ ചാറ്റിംഗ് ആയിരുന്നു. ടൈം പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല. പരസ്പരം ഓരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അന്ന് അവൻ എന്നെ കാണിക്കാൻ മാത്രം എത്ര ഡീപ്പിയാണ് ചേഞ്ച് ചെയ്യുന്നോണ്ടിരുന്നതെന്നറിയോ? സത്യം പറഞ്ഞാൽ അപ്പോഴേക്കും അവനും എന്നെ ഇഷ്ടമായി കഴിഞ്ഞിരുന്നു. അന്ന് രാത്രി എന്നെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ അവൻ കുറേ നമ്പർ ഇട്ട് നോക്കി. ഞാനാരപ്പോൾ ഒന്നിലും പിടികൊടുത്തില്ല. നെക്സ്റ്റ് ഡേ അവൻ പറഞ്ഞു അവനൊരു ഏഞ്ചലിനെ ഇഷ്ടമായിരുന്നു, ആ ഏഞ്ചലിനെ സ്വപ്നം കണ്ടു എന്നൊക്കെ. എനിക്കപ്പോഴേ മനസ്സിലായി ആ ഏഞ്ചൽ ഞാൻ തന്നെയാണെന്ന്. അങ്ങനെ പരസ്പരം ഇഷ്ടം തുറന്നു പറയാതെ, എന്നാൽ തമ്മിൽ ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ചാറ്റ് ചെയ്തു. അവൻ എന്തോ ഇഷ്ടം തുറന്നു പറയാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കൈവിട്ടു പോകുമോ എന്നൊക്കെ ഒരു തോന്നലായിരിക്കും. 3rd ഡേ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാനും ഓക്കെ പറഞ്ഞു. അവൻ്റെ വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. എപ്പോഴും എന്നെ വിളിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യും. ഓരോ ഡേ കഴിയും തോറും കോളിംഗ് ടൈം കൂടി വന്നു. എന്നെ വീട്ടിലറിഞ്ഞു. വലിയ സീനൊന്നും ആയില്ലെന്ന് പറയാം. അവനെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ ഞങ്ങളുടെ കാലമായിരുന്നു. അവനെല്ലാം എന്നോട് പറയും. ഞാൻ കോഴിക്കോടും അവൻ ആലപ്പുഴയിലായിരുന്നു. കുറേ പേര് പറഞ്ഞു ഇതൊന്നും നടക്കില്ല, വിട്ടേക്കെന്ന്. എന്നോടും പറഞ്ഞിട്ടുണ്ട്, അവനോടും പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഞങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും പൊസസീവ്നെസ് ഉള്ള കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പേരിൽ കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് അതൊക്കെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഞാൻ തീർക്കും. എനിക്ക് അത്രയും കുറച്ച് സമയം പോലും അവനോട് മിണ്ടാതിരിക്കാൻ ആവില്ലായിരുന്നു. എൻ്റെ ഒരു ദിവസം പുലരുന്നതും ആ ദിവസം തീരുന്നതുമൊക്കെ അവനെ കണ്ടുകൊണ്ടാണ്. കുറേ ബ്രേക്കപ്പും പാച്ചപ്പും എല്ലാം കഴിഞ്ഞ് റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ മാമൻ ഇതറിഞ്ഞിട്ട് വലിയ പ്രശ്നമാക്കി. എന്നാലും വീട്ടുകാർ അറിയാതെ റിലേഷൻ കൊണ്ടുപോയി ഞങ്ങൾ. അങ്ങനെ സെപ്റ്റംബർ 14 ഞങ്ങൾ ആദ്യമായി മീറ്റ് ചെയ്തു. അവൻ എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ നാട്ടിലേക്ക് വന്നു. ഞാൻ എത്തും മുന്നേ തന്നെ അവൻ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ബസ്സിൽ നിന്ന് തന്നെ ഞാൻ അവനെ കണ്ടു. കണ്ടപ്പോൾ തൊട്ട് എൻ്റെ ശരീരം ആകെ വിറയ്ക്കാൻ തുടങ്ങി. എന്തോ പേടിയായി. എങ്ങനെ ഫേസ് ചെയ്യും, എന്തു പറയും, എന്നെ നേരിട്ട് കാണുമ്പോൾ ഇഷ്ടമാകുമോ, അങ്ങനെ കുറേ 100 ചിന്തകളിലും തലയിലേറ്റി അങ്ങോട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. അവനൊരു പേടി പോലും ഉണ്ടായിരുന്നില്ല. ആദ്യമായി കാണുന്നതിൻ്റെ ഒരിതും അവൻ്റെ മുഖത്ത് കണ്ടില്ല. വന്നപ്പോൾ തന്നെ എൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് എന്തു പറ്റിയടോ, പേടിയാണോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ ഓക്കെ ആയി. അന്ന് വൈകുന്നേരം അവനെ വിട്ടു പോകാനേ എനിക്ക് മനസ്സ് വന്നില്ല. കാലം പിന്നെയും കടന്നുപോയി. അപ്പോഴേക്കും ഞങ്ങളുടെ റിലേഷനും വളർന്നു. പണ്ടത്തെ പോലെ തന്നെ പിണങ്ങലും ഇണങ്ങലും ഒക്കെയായി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയത്. അവനെന്തോ അതത്ര ഇഷ്ടമായില്ല. ഞാൻ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി കാരണമായിരുന്നു. പിന്നെ ഒന്നുമില്ലെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞങ്ങൾക്കിടയിൽ വലിയ വലിയ വഴക്കുകൾ ഉണ്ടാവാൻ തുടങ്ങി. അവന് പുതിയ
അവൻ പതിയെ എന്നിൽ നിന്ന് അകലുന്നത് പോലെ എനിക്ക് തോന്നി. അതിന് അവൻ കണ്ടെത്തിയ കാരണം എൻ്റെ പുതിയ കൂട്ടുകാരായിരുന്നു. കോളേജ് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് അവൻ പറഞ്ഞെങ്കിലും എനിക്കതിന് കഴിയുമായിരുന്നില്ല. ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ച് അത് പറയുമായിരുന്നു. ചിലപ്പോഴൊക്കെ ഞങ്ങൾ റിലേഷൻ ടോക്സിക്കായി മാറി. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ കേൾക്കാതെയായി. എനിക്ക് കോളേജിൽ നിന്ന് അപ്പോഴേക്കും നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. അവനോട് ഞാൻ എൻ്റെ റിലേഷനെ പറ്റി എല്ലാം പറയുമായിരുന്നു. ഒരിക്കൽ അലൻസ് ഒരു എക്സാമിന് പോയപ്പോൾ അവന് അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുമായി ചാറ്റിംഗ് തുടങ്ങി. അവനും ഞാനും വഴക്കാവുന്ന സമയത്ത് അവൻ അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ആ റിലേഷൻ്റെ പോക്ക് എനിക്കെന്തോ അത്ര ഇഷ്ടമായില്ല. ഞാൻ ബ്രേക്കപ്പ് പറഞ്ഞു. ഒരു ദിവസം രാവിലെ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ രണ്ടുപേരും കമ്മിറ്റഡ് ആവാൻ തീരുമാനിച്ചു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറയണമെന്ന്. പിന്നെ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്നും പറഞ്ഞു. അത്രയും ആയപ്പോൾ സഹി ഇട്ടിട്ട് ഞാൻ എന്നോട് നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാനും എൻ്റെ ആ കൂട്ടുകാരനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടോ എൻ്റെ ക്യാരക്ടർ അവന് ഇഷ്ടമായിരുന്നു. അവൻ നോ പറഞ്ഞില്ല എന്നോട്. ഒരു വാശിക്ക് പറഞ്ഞത് കൊണ്ടോ എന്തോ എനിക്ക് പിന്നെ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാനാവുന്നുണ്ടായിരുന്നില്ല. എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്, ഒരാളെ മറക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഓർമ്മകൾ മാത്രമേ നമുക്ക് വരുള്ളൂ. അത് സത്യമാണെന്ന് ആ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായി. കാണുന്നതും കേൾക്കുന്നതും അവനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. അവന് ഇഷ്ടപ്പെട്ട സോങ്സ് മാത്രമായിരുന്നു ആ സമയത്ത് ഞാൻ പോയിക്കൊണ്ടിരുന്ന ബസ്സിലൊക്കെ മുഴുവൻ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അവസ്ഥ അവനോട് ഞാൻ പറയാൻ തീരുമാനിച്ചു. അവനും ഇതേ അവസ്ഥയായിരുന്നു. അവസാനം ഞങ്ങൾ വീണ്ടും പാച്ചപ്പ് ആവാൻ തീരുമാനിച്ചു. ബട്ട് ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ വേറെ 2 പേര് കൂടെ ലൈഫുണ്ട്. അതോർത്തപ്പോഴേക്കും എനിക്ക് എന്തോ പോലെയായി. ഞാൻ പിന്നെയും അവനെ ബ്ലോക്ക് ചെയ്തു. ഓർമ്മ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ അൺബ്ലോക്ക് ചെയ്യും. അങ്ങനെ കുറച്ച് അൺബ്ലോക്കും ബ്ലോക്കും ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഉള്ളൊരു വാക്ക് വിശ്വസിച്ച് അവൻ കോഴിക്കോട്ടേക്ക് ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ എനിക്ക് ആ വാക്ക് പാലിക്കാനായില്ല. ഞാൻ ചെറുതായി ഒന്ന് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് അതൊന്നും അവൻ മറന്നിട്ടില്ല. വീട്ടുകാരത് കണ്ട് വലിയ പ്രശ്നമൊക്കെ ആക്കി. ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും അവനോട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ കാരണം അവൻ എല്ലാവരുടെ മുന്നിൽ നാണം കെടേണ്ടി വന്നു. അതിൻ്റെ പേരിൽ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് ഒരുപാട്. അവൻ്റെ ലൈഫിൽ വന്ന പെൺകുട്ടി ഞങ്ങളുടെ ഇടയിലെ ബ്രേക്കപ്പും പാച്ചപ്പും ഒക്കെ കാരണം ആ റിലേഷൻ നിർത്തിപ്പോയി. ഇന്ന് അവൾ വിവാഹിതയാണ്. അവനെന്നും തനിച്ചാണെന്ന് കരുതുന്നു. ഇപ്പോഴും ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിലുള്ള റിലേഷൻ നന്നായിട്ട് എന്നെ മുന്നോട്ട് പോകുന്നു. ഒരു ഹെൽത്തി റിലേഷൻ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അന്ന് ഞാൻ അങ്ങനെ ചെയ്തതിൽ ഞാൻ കാരണം ഒരാളുടെ ലൈഫ് മോശമാവാൻ കാരണമായി. എനിക്കത് നല്ല വിഷമമുണ്ട്. അവൻ ഇതൊക്കെ ഓവർകം ചെയ്തു. എന്നാലും ഇന്നും ആ കാര്യം ഓർത്താൽ എത്ര സന്തോഷത്തിൽ ഇരിക്കുകയാണെങ്കിലും സങ്കടത്തിലേക്ക് വഴുതി വീഴും ഞാൻ. ഇതവൻ കേൾക്കും, എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കേ, ഈ കഥ മൊത്തം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കഥയുടെ ചില ഭാഗങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് നമ്മൾ എന്താ പറയുക, ബ്രേക്കപ്പായിട്ട് ചില ഫീലിങ്സ് തോന്നാതെ ചില റിലേഷൻ നോക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. അവിടെ നിന്ന് പിന്നെ ബ്രേക്കപ്പായിട്ട് രണ്ടുമില്ലാണ്ട് ഒറ്റയ്ക്ക് നടക്കുന്നൊരവസ്ഥ, അങ്ങനെയൊക്കെ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എക്സാക്റ്റ് ഇതൊന്നും അല്ലെങ്കിലും സിമിലറായിട്ട് ചില എക്സ്പീരിയൻസസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ 2 പേര് വന്നിട്ടുണ്ട്, നിങ്ങളുടെ റിലേഷനിൽ ഓക്കെയാണ്, പഴയ മെമ്മറീസാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് പതിയെ മായും. കാലങ്ങൾ മായ്ക്കാത്ത മെമ്മറീസൊന്നും ഇല്ല എന്ന് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് പതിയെ മാറുന്ന കാര്യമാണ്. ആ സമയം, ആ മെമ്മറീസ് നമ്മുടെ കൂടെ സ്റ്റേ ചെയ്ത ആ സമയം നമ്മളെങ്ങനെ അത് ഓവർകം ചെയ്യുന്നു എന്നുള്ളതെല്ലാം കാര്യം. ഇപ്പം നിങ്ങൾ ഹാപ്പി അല്ലേ, കഴിഞ്ഞ കാര്യമാണ്. ഇനി ആ കാര്യം കുത്തിപ്പൊക്കിയത് പ്രശ്നമാക്കി അല്ലെങ്കിൽ ലൈഫിൽ നമ്മുടെ സന്തോഷമായിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ കളയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. പാസ്റ്റ് ഈസ് ഓൾവേസ് പാസ്റ്റ്. ഇനി അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ചില റിലേഷൻസ് ഉണ്ടല്ലോ, അനുഭവത്തിൽ നിന്നൊക്കെ പറയുകയാണ്, ചിലത് എടുത്തു കളയാൻ ഭയങ്കര ഈസിയാണ്. എന്നാൽ അത് ഒരുമിച്ച് ചേർക്കാനുണ്ടല്ലോ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തിരിച്ചു കിട്ടണമെന്നില്ല.
അതുകൊണ്ട് പോയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് പിന്നീട് റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ളതിനെ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോകാൻ നോക്കുക എന്നുള്ളതാണ്. അതെത്ര നമ്മൾ കളഞ്ഞ കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്ന്. ആ ഒരു മിസ്റ്റേക്കിന് നിങ്ങൾ നെക്സ്റ്റ് ആളെ കുറ്റപ്പെടുത്തിയിട്ട് ആ റിലേഷൻ ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ അവളെന്ത് നല്ലതായിരുന്നു അല്ലെങ്കിൽ അവനെന്ത് നല്ലതായിരുന്നു, ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ ചെറിയൊരു ഇറ്റ്സ് ഓക്കെ അത് മാറിക്കോളും, അല്ലെങ്കിൽ ഒരു പ്രശ്നം വലുതാക്കാണ്ട് ആ ഒരു പ്രശ്നം നമ്മൾ ചെറുതായിട്ടൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ആൾ നമ്മുടെ കൂടെ ഇന്നും ഉണ്ടായിരുന്നേനെ. അങ്ങനെ ചെയ്യാത്ത തെറ്റിന് ഞാൻ ഇടയ്ക്ക് വിഷമിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റാരും വിഷമിക്കരുത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്.